നടൻ വിജയ് ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചത് പല ആളുകളുടെയും കുരു പൊട്ടിച്ചു എന്നുള്ളത് ഒരു വാസ്തവമാണ്. എന്നാൽ ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചതിന്റെ പേരിൽ പ്രതികാരം എന്നുള്ള രീതിയിൽ നടൻ വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ TVKയുടെ ഓഫീസ് തകർത്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. ആദ്യം നമുക്ക് ആ വീഡിയോ കാണാം. ആ വീഡിയോ കണ്ടതിന് ശേഷം എന്താണ് ഇതിന് പിന്നിലെ സത്യാവസ്ഥ എന്നുള്ളതും പരിശോധിക്കാം. വിജയുടെ TVKയുടെ ഓഫീസ് തകർക്കുന്നതിന്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഈ വീഡിയോ ആണ് പല ആളുകളും പ്രചരിപ്പിക്കുന്നത്. വിജയ് ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചതിൽ പ്രതികാരം എന്നുള്ള രീതിയിൽ സ്റ്റാലിന്റെ സർക്കാർ അദ്ദേഹത്തിന്റെ ഓഫീസ് പൂട്ടിച്ചു അല്ലെങ്കിൽ ഓഫീസ് തകർത്തു എന്നുള്ളതാണ് ഒരു പ്രചരണം. അതേസമയം മറ്റൊരു ഭാഗത്ത് ഈ ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചതിന്റെ പേരിൽ മുസ്ലിങ്ങളുമായി കൂടി നിൽക്കുന്നതിന്റെ പേരിൽ ചില ആളുകൾ വിജയെ കൈവിട്ടു എന്നും അതിന്റെ ഭാഗമായി വിജയുടെ പ്രവർത്തകർ അല്ലെങ്കിൽ വിജയുടെ ആരാധകർ തന്നെ വിജയുടെ ഓഫീസ് തകർത്തു എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ പ്രചരിക്കുന്നത്. എന്നാൽ ഈ വീഡിയോ എന്ന് പറയുന്നത് വിജയ് ഇഫ്താർ മീറ്റ് നടത്തുന്നതിന് ആഴ്ചകൾക്ക് മുമ്പുള്ള ഒരു വീഡിയോ ആണ്. അതായത് ഇക്കഴിഞ്ഞ മാർച്ച് 7-ാം തീയതിയാണ് വിജയ് ചെന്നൈയിൽ ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചത്. എന്നാൽ വിജയുടെ ഈ ഓഫീസ് പൊളിക്കുന്നത് 2025 ഫെബ്രുവരി 18-നാണ്. ഈ ഫെബ്രുവരി 18-ന് വിജയുടെ TVK ഓഫീസ് പൊളിച്ചതിൽ യാതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങളില്ല. മറിച്ച് ഇത് തിരുവള്ളൂരിൽ സ്ഥിതി ചെയ്യുന്ന വിജയുടെ TVKയുടെ ഓഫീസാണ്. തിരുവള്ളൂരിൽ കയ്യേറ്റ ഭൂമി ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഹൈവേ അതോറിറ്റിയാണ് വിജയുടെ TVK ഓഫീസ് ഇത്തരത്തിൽ പൊളിച്ചു നീക്കിയത്. അത് സാധാരണഗതിയിലുള്ള ഒരു നീക്കമാണ്. ഈ നീക്കത്തിന് വിജയുടെ ഇഫ്താർ മീറ്റിനോ മറ്റു കാര്യങ്ങൾക്കോ മറ്റ് രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കങ്ങൾക്കോ യാതൊരു ബന്ധമില്ല എന്നുള്ളത് തമിഴ്നാട്ടിലെ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ തന്നെ പറയുന്നുണ്ട് മാർച്ച് 7-നാണ് വിജയ് ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചത്. എന്നാൽ ഫെബ്രുവരി 18-ന് അതായത് ഈ ഇഫ്താർ മീറ്റിന് ആഴ്ചകൾക്ക് മുമ്പാണ് ഈ കയ്യേറ്റ ഭൂമിയിൽ ഇത്തരത്തിലുള്ള ഒരു നിർമ്മാണം നടത്തിയെന്നതിന്റെ പേരിൽ വിജയുടെ ഓഫീസ് അല്ലെങ്കിൽ TVKയുടെ ഓഫീസ് ഹൈവേ അതോറിറ്റി പൊളിച്ചു നീക്കിയത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജയ് ആരാധകർ അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നതൊഴിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ കോലാഹലങ്ങളില്ല എന്നുള്ളത് തമിഴ്നാട് മാധ്യമങ്ങൾ തന്നെ തുറന്നു പറയുന്നുണ്ട്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ പഴയ വീഡിയോ കുത്തിപ്പൊക്കിക്കൊണ്ട് ഇപ്പോൾ വിജയ്ക്കെതിരെ നടക്കുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കമാണ് എന്നുള്ളത് തന്നെയാണ് തമിഴ്നാട് മാധ്യമങ്ങളും അവരുടെ ഫാക്ട് ചെക്കിൽ വ്യക്തമാക്കുന്നത്. വിജയ് ഇഫ്താർ മീറ്റിൽ പങ്കെടുത്തതിന് സ്റ്റാലിൻ സർക്കാർ പ്രതികാരം എന്നുള്ള രീതിയിലാണ് വിജയുടെ ഓഫീസ് തകർത്തത് എന്നുള്ളതാണ് ഒരു പ്രചരണം. മറ്റൊരു പ്രചരണം എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ പരിപാടി സംഘടിപ്പിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വിജയുടെ ആരാധകർ തന്നെ TVKക്കെതിരെ തിരിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഈ പ്രചരണത്തിന് പിന്നിൽ ആരാണ് എന്നുള്ളത് ഊഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതേസമയം വിജയ് ഈ നോമ്പ് തുറ സംഘടിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധങ്ങൾ തമിഴ്നാട്ടിലെ ചില ആളുകൾ ഉയർത്തിയിട്ടുണ്ട്. രാഷ്ട്രീയപരമായി വിജയ് മുസ്ലിങ്ങളുടെ വോട്ട് നേടാനാണ് ഇത്തരത്തിലുള്ള നീക്കം നടത്തിയത് എന്നുള്ളത് ഒരു വിഭാഗം വാദിക്കുമ്പോഴും വിജയ് എല്ലാ വർഷവും ഇത്തരത്തിൽ നോമ്പ് തുറ സംഘടിപ്പിക്കാറുണ്ട് എന്നും അത് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ വിജയ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്താറുണ്ട് എന്നുള്ളതും മറ്റൊരു ഫാക്ട് ചെക്ക് അല്ലെങ്കിൽ മറ്റൊരു വസ്തുതയായി ആളുകൾ തുറന്നു കാണിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.